ഇന്ത്യ സഖ്യം പരിപൂർണമായി തകരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ഇന്ത്യ സഖ്യത്തിനകത്ത് പല രീതിയിലുള്ള അസ്വാരസ്യങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞതാണ്. അത് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതുമാണ്. മമതാ ബാനർജി അടക്കം വിമത സ്വരം ഉയർത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഡൽഹിയിലെ ഒമർ അബ്ദുള്ള ഇന്ത്യ മുന്നണിക്കെതിരെ വലിയ രീതിയിൽ ശബ്ദമുയർത്തുന്നത് നമ്മൾ കണ്ടതാണ്. പിന്നീട് ശിവസേന വലിയ രീതിയിൽ, ഉദ്ധവ് വിഭാഗം വലിയ രീതിയിൽ ഉയർത്തുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയാണ് ഇന്ത്യ സഖ്യത്തിനെതിരെ ശബ്ദമുയർത്തിയിരിക്കുന്നത്. എന്നാൽ വെറുതെ അല്ല ആം ആദ്മി പാർട്ടി എന്തെങ്കിലും പറയുകയല്ല ചെയ്തിരിക്കുന്നത്. ആം ആദ്മി പാർട്ടി പറഞ്ഞിരിക്കുന്നത് ഇനി ഇന്ത്യ മുന്നണിയിൽ, അതായത് ഇന്ത്യ അലയൻസിൽ കോൺഗ്രസ് പാർട്ടി വേണ്ട എന്നാണ്. കോൺഗ്രസ് പാർട്ടി ഇന്ത്യ അലയൻസിൽ നിന്നും പുറത്തേക്ക് പോയി തന്നെ ആകണം എന്ന് പറഞ്ഞാണ് ആം ആദ്മി ഇന്ത്യ അലയൻസിനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത്. ഡൽഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇവർ രണ്ടുപേരും വലിയ രീതിയിൽ ശത്രുക്കളായി മാറിയിരിക്കുന്നത്, ബദ്ധശത്രുക്കളായി മാറിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഡൽഹി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തന്നെ കോൺഗ്രസിന് അധികാരമോഹങ്ങളുണ്ട്. ആം ആദ്മി പാർട്ടിക്കും 3 തവണയായി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. 4മതൊരു തവണ കൂടെ അധികാരത്തിലേറണം എന്ന ആശയമുണ്ടെങ്കിലും ആം ആദ്മി പാർട്ടി ഇപ്പോൾ നിലമില്ലാ കയത്തിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. സംഭവം വേറൊന്നുമല്ല, അരവിന്ദ് കെജ്രിവാളിന്റെ മദ്യനയ അഴിമതി അടക്കം വലിയ രീതിയിൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി. ആ ആം ആദ്മി പാർട്ടി കോൺഗ്രസിനെ കൂടെ ചേർത്ത് നിർത്തി മത്സരിച്ചാൽ വലിയ തിരിച്ചടി തങ്ങൾക്ക് കിട്ടും എന്നാണ് വിചാരിക്കുന്നത്. ഹരിയാനയിൽ കോൺഗ്രസിനെ കൂടെ ചേർത്ത് നിർത്തി മത്സരിച്ചത് കൊണ്ടാണ് ആം ആദ്മി പാർട്ടിക്ക് ഒരു സീറ്റ് പോലും കിട്ടാതെ പോയത് എന്നൊക്കെയാണ് ഇവർ വിശ്വസിച്ച് വച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആം ആദ്മി പാർട്ടി ഡൽഹിയിലെത്തുമ്പോൾ കാര്യങ്ങൾ വളരെയധികം ചടുലതയോടെ ഓരോ അടിയും സൂക്ഷ്മമായി തന്നെയാണ് എടുത്തു വയ്ക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് കോൺഗ്രസിനെ ആദ്യം തന്നെ ഒഴിവാക്കി ഒറ്റയ്ക്ക് മത്സരിക്കാം എന്നിവർ തീരുമാനിച്ചു. അതിനുശേഷം വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളാണ് ആം ആദ്മി പാർട്ടിയിലും കോൺഗ്രസിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യ മുന്നണിയിൽ ആം ആദ്മി പാർട്ടി വേണ്ട എന്നാണ്. അതിഷിയും ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന നേതാവ് സഞ്ജയ് സിംഗും ഉച്ചയ്ക്ക് ഇന്ന് ഒരു വാർത്താ സമ്മേളനം വിളിച്ച് ഈ കാര്യം ഔദ്യോഗികമായി പറഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. AAP നേതാക്കൾക്കിടയിൽ തന്നെ കോൺഗ്രസിനോട് കടുത്ത നീരസമുണ്ട് എന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. പോരാത്തതിന് കോൺഗ്രസ് BJPക്കൊപ്പം പ്രവർത്തിക്കുകയാണെന്ന് AAP BJPയുടെ B ടീമായി പ്രവർത്തിക്കുന്നുവെന്ന് കോൺഗ്രസും ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് നേതാക്കളുടെ നിരന്തര പ്രസ്താവനകളിൽ AAP നേതാക്കൾ അസ്വസ്ഥരാണ് എന്ന സൂചനയുണ്ട്. പോരാത്തതിന് അരവിന്ദ് കെജ്രിവാളിനെതിരെ ഡൽഹി യൂത്ത് കോൺഗ്രസ് ബുധനാഴ്ച ഒരു FIR പോലീസ് സ്റ്റേഷനിൽ ഫയൽ ചെയ്യുന്ന കാഴ്ച നമുക്ക് കണ്ടു. അക്ഷയ് ലക്രയാണ് കഴിഞ്ഞ ദിവസം ഡിസംബർ 25 വൈകിട്ട് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ അരവിന്ദ് കെജ്രിവാൾ വ്യാജ പ്രചരണം നടത്തുന്നു എന്ന് പറഞ്ഞ് ഒരു FIR ഫയൽ ചെയ്യുന്നത്. ഇതുകൂടെ ആയപ്പോഴാണ് ഡൽഹിയിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായത്. AAP വാർത്താ സമ്മേളനം വിളിച്ചു തന്നെ ഇനി രാഹുൽ ഗാന്ധിയുടെ പാർട്ടി ഞങ്ങളുടെ ഇടയിൽ വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ സഖ്യം പിളരുന്നതിൻ്റെ വക്കിലാണ് എന്നാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.